ഈ മീനുകളെയൊക്കെ വളരെ എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടി പഴയ ഒരു പ്ലാസ്റ്റിക് ജാറും കുറച്ച് ബോട്ടിലുകളും ഉപയോഗിച്ചുണ്ടെങ്കിൽ ഒരു ഫിഷ് ട്രാപ്പാണിത്. ഇതുപോലൊന്നും നമുക്ക് വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം, അതുപോലെ ചെലവും വളരെ കുറവ്. അപ്പൊ ഈ ഫിഷ് ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഈ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ മോഡൽ ഒരു പ്ലാസ്റ്റിക് ജാറാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ മേടിക്കണ കൂട്ട് 1 ലിറ്ററിന്റെ 4 ബോട്ടിലുകളും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ 4 ബോട്ടിലുകളുടെയും ക്യാപ്പ് വരുന്നതിന്റെ അവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ബോട്ടിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്നും മുറിയാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ 4 ബോട്ടിലുകളുടെയും കട്ട് ചെയ്തെടുക്കണം. ബോട്ടിലിന്റെ ക്യാപ്പ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ പ്ലാസ്റ്റിക് ജാറിന്റെ ടോപ്പ് സൈഡിലായിട്ട് ബോട്ടിലിന്റെ അടപ്പിടുന്ന അവിടെ കയറാൻ പാകത്തിന് റൗണ്ടിൽ ഹോൾ ഇട്ടെടുക്കണം. ഇതുപോലെ ജാറിന്റെ 4 സൈഡിലും ഹോൾ ഇടണം. ഞാൻ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ഉരുക്കിയാണ് ഹോൾ ഇടുന്നത്. സോൾഡറിംഗ് അയൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പി കഷ്ണമൊക്കെ ചൂടാക്കി ഇതുപോലെ ഹോൾ ഇട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ 4 സൈഡിലും ഹോൾ ഇട്ടിട്ട് ബോട്ടിലിന്റെ പീസുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂഗൺ വെച്ച് അതെല്ലാം ഒട്ടിക്കുകയാണ്. അതുപോലെ 4 വശങ്ങളിൽ വെച്ചതും ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചെടുത്തു. ഇനി പ്ലാസ്റ്റിക് ജാറിന്റെ പകുതി വരെ ചുറ്റിലും ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതും എളുപ്പത്തിൽ ഹോൾ ഇടാൻ വേണ്ടി സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചാണ് ഹോളുകൾ ഇടുന്നത്. ഇനി പ്ലാസ്റ്റിക് ജാറിന്റെ മുകളിലായിട്ട് ഇരുവശങ്ങളിലും ഓരോ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കയർ കെട്ടുന്നത്. വെള്ളത്തിലേക്ക് ഇറക്കാനും അതുപോലെ കയറ്റാനും വേണ്ടിയാണ്. ഈ കെട്ടിയ കയറിൽ നിന്നും നീളത്തിൽ വലിച്ചു കയറ്റാൻ പാകത്തിന് ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറും കെട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ച് മീൻ പിടിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് വെള്ളത്തിൽ താന്ന് കിടക്കാൻ പാകത്തിന് 2-3 ചെറിയ കല്ല് അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി മീനുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ജാറിന്റെ ഉള്ളിലേക്ക് കുറച്ച് തീറ്റ ഇടാം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക് വറുത്തെടുത്തു, അതാണ് ഇതിലിട്ടത്. ഇനി ഞാൻ വീടിന്റെ അടുത്തുള്ള തോട്ടിലാണ് ഇത് കൊണ്ട് വെക്കുന്നത്. ഈ ഫിഷ് ട്രാപ്പ് വെക്കുമ്പോൾ നമ്മൾ ഇത് മുങ്ങിയിരിക്കാൻ പാകത്തിന് വെള്ളമുള്ള സ്ഥലം നോക്കി വെക്കണം. ഞാനിപ്പോൾ ഇതുകൊണ്ട് തോട്ടിൽ ഇറക്കി വെച്ചത് ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ്. നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് മുങ്ങിയ ശേഷം ജാറ് കറക്റ്റ് നേരെ ഇരിക്കാൻ പാകത്തിന് കയർ വലിച്ച് കരയിൽ എവിടെയെങ്കിലും കെട്ടിവെക്കണം. ഞാൻ ഇവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് വന്ന് എടുക്കുന്നത്. രാവിലെ ഇത് എടുക്കാൻ വന്നപ്പോഴത്തേനെ തോട്ടിൽ വെള്ളമൊക്കെ അത്യാവശ്യം കലങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫിഷ് ട്രാപ്പ് എടുത്തു നോക്കിയപ്പോഴത്തേനെ അതിൽ കുറേ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ തോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞു വന്നുകൊണ്ട് ഇവിടെ ഒരു കുഴി പോലെയായിരുന്നു. ഇവിടെ അത്യാവശ്യം മീനുകൾ അതുകൊണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗശൂന്യമായി കിടന്ന പ്ലാസ്റ്റിക് ജാർ ഉപയോഗിച്ചുണ്ടാക്കിയ ഫിഷ് ട്രാപ്പിൽ കുറേ മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ മീനുകളെയൊക്കെ നേരെ വീട്ടിൽ കൊണ്ട് കുറച്ച് പുളിയിലയും പറിച്ച് അതിട്ടങ്ങ് ചൂടാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പേജ് ഫോളോ ചെയ്യണേ.